ക്രൈസ്തവർക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന ആക്രമണങ്ങളിൽ ആശങ്കയും പ്രതിഷേധവും അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കത്ത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമില്ലാത്ത നിഷ്പക്ഷതയിലും ഇന്ത്യൻ ഭരണഘടനയോടുള്ള പ്രതിബദ്ധത പങ്കിടുന്നതിലും വിശ്വസിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ പ്രവർത്തിച്ചിട്ടുള്ള അഖിലേന്ത്യാ കേന്ദ്ര സർവീസുകളിലെ മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടമാണ് തങ്ങളെന്ന വാക്കുകളോടെയാണ് കത്ത് ആരംഭിക്കുന്നത്. ബിജെപിയുമായി ബന്ധമുള്ളവരും അനുബന്ധ സംഘടനകളിൽപ്പെട്ടവരും രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടത്തുന്ന അക്രമങ്ങളെ അങ്ങേയറ്റം അപലപിക്കുകയാണെന്നും ക്രൈസ്തവർ ഉൾപ്പെടെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടക്കുന്ന അക്രമങ്ങളെയും വിദ്വേഷ പ്രചരണങ്ങളെയും എതിർക്കുകയാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ വിഭാഗങ്ങളെയും മതവിശ്വാസങ്ങൾക്ക് അതീതമായി തുല്യരായി പരിഗണിക്കണമെന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. എന്നാൽ അടുത്ത കാലത്തായി ക്രൈസ്തവർക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുമെതിരായ അക്രമങ്ങൾ വർദ്ധിച്ചുവരികയാണെന്ന് കത്ത് ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യത്ത് 1951 ഉണ്ടായിരുന്ന 2.3% അതിൽ കുറവോ ആണ് ഇപ്പോഴും ക്രൈസ്തവ ജനസംഖ്യ. എന്നാൽ നിർബന്ധിത മതപരിവർത്തനം എന്ന ആരോപണം ഉന്നയിച്ചാണ് ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ നിരന്തരം ആക്രമണം നടത്തുന്നത്. നമ്മുടെ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ക്രൈസ്തവരുടെ പങ്ക് വളരെ വലുതാണ് എന്നത് അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ്. സിവിൽ സർവീസുകളിലും സായുധ സേനകളിലും ക്രൈസ്തവരുടെ പങ്കാളിത്തവും നേതൃത്വവും സമൂഹത്തിന്റെ ദേശീയ പ്രതിബദ്ധതയുടെ സാക്ഷ്യമാണ്. എന്നിട്ടും ഈ സമുദായത്തിനെതിരെ വെറുപ്പും വിദ്വേഷവും അക്രമവും തുടരുന്നതായാണ് കാണാൻ കഴിയുന്നതെന്നും കത്തിൽ കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ക്രൈസ്തവർ മുന്നണിയിൽ സജീവമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക പരിഷ്കരണം ഇവ വിദൂരവും അപ്രാപ്യവുമായ പ്രദേശങ്ങളിലേക്കും ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങളിലേക്കും ദളിതരിലേക്കും ആദിവാസികളിലേക്കും എത്തിക്കുന്നു. ഗുണഭോക്താക്കൾ എല്ലാ മതങ്ങളിലും നിന്നുള്ളവരാണ്. ക്രിസ്തീയതയുടെ അച്ചടക്കം, ത്യാഗം, സേവനം തുടങ്ങിയ മൂല്യങ്ങൾ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ മുഖമുദ്രയാണ്. സമീപകാല പകർച്ചവ്യാധിയുടെ സമയത്ത് 1000-ലധികം ക്രിസ്ത്യൻ ആശുപത്രികൾ രോഗികളുടെ ചികിത്സയ്ക്കായി എളുപ്പത്തിൽ തുറന്നിട്ടു. വിദ്യാഭ്യാസമോ ആരോഗ്യമോ ഏത് മേഖലയിലെ ക്രിസ്ത്യൻ സ്ഥാപനവും അതിന്റെ നേട്ടങ്ങൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നില്ല. ഇന്ത്യയിലെ നഴ്സുമാരിൽ 30% ക്രൈസ്തവരാണ്. ഛത്തീസ്ഗഡ്, ആസാം, UP, മധ്യപ്രദേശ്, ഒഡീഷ, കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും ദൈവാലയങ്ങൾക്കും നേരെ കൂടുതലും ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ നടന്ന അക്രമ സംഭവം ഉൾപ്പെടെയുള്ളവ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ക്രൈസ്തവർ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന എല്ലാ അക്രമങ്ങൾക്കും അടിയന്തരമായി അറുതി വരുത്തണം. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഇതിനായി പ്രത്യേക നടപടികൾ സ്വീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. വിദ്വേഷ പ്രസംഗം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. ദൈവാലയങ്ങൾ തകർക്കൽ, രൂപങ്ങൾ മലിനമാക്കൽ, വിശ്വാസികളെ മർദ്ദിക്കുക, വംശഹത്യയ്ക്കുള്ള പരസ്യമായ ആഹ്വാനങ്ങൾ എന്നിങ്ങനെയുള്ള പ്രകോപനങ്ങളുടെ പരമ്പരയാണുള്ളത്. ക്രിസ്ത്യാനികൾക്കിടയിൽ ഭയപ്പെടുത്തുകയും ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അവരെ പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്നു. സുസംഘടിതമായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളുള്ള വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ഇത് അങ്ങനെയാകണമെന്നില്ല. എന്നാൽ കക്ഷി രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇത് ആവർത്തിച്ച് പ്രകടമാകുന്നു. 1-ാം നൂറ്റാണ്ടു മുതൽ നമ്മുടെ രാജ്യം ക്രിസ്തുമതത്തിന്റെ ഭവനമാണ്. എങ്കിലും ഇന്ന് വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷങ്ങളും സ്വന്തം രാജ്യത്ത് അപരിചിതരാക്കപ്പെടുകയുമാണ് ചെയ്യുന്നതെന്ന് കത്തിൽ പറയുന്നു. BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഉന്നത നേതാക്കളിൽ നിന്നുള്ള ഒരു വാക്കുകൊണ്ട് എല്ലാ അക്രമങ്ങളും ഉടനടി തടയാനാകും. മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ നിശബ്ദത കൂടുതൽ അക്രമത്തിന് കാരണമാകുമെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാ ഇന്ത്യക്കാരെയും പോലെ ക്രിസ്ത്യാനികൾക്കും നിയമത്തിന്റെ തുല്യവും പക്ഷപാതരഹിതവുമായ നീതി ഉറപ്പാക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി അവർക്ക് ഈ ഉറപ്പ് നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന വാക്കുകളോടെയാണ് നിവേദനം അവസാനിക്കുന്നത്.